ഹായ് നമസ്കാരം, ഭാഷാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഫുജറയിലെ അൽഹെയിൽ എന്ന സ്ഥലത്ത് ഒരു ഡാമുണ്ട് കേട്ടോ. ആ ഡാമൊന്ന് കാണാൻ വേണ്ടി പോവാണ്. മഴ പെയ്താൽ മലയിൽ നിന്നെല്ലാം വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലമാണിത്. മഴയുള്ള സമയത്ത് ഇതുവഴി പോകാൻ പാടില്ല. മലയിൽ നിന്ന് വെള്ളമെല്ലാം കുത്തി ഒലിച്ച് കല്ലും മണ്ണും വെള്ളമെല്ലാം വരുന്ന സ്ഥലമാണ്. മഴയില്ലാത്ത സമയത്ത് മാത്രമേ ഇവിടെ പോകാൻ പാടുള്ളൂ കേട്ടോ. ഈ കാണുന്നത് ആ ഡാമിൽ നിന്ന് നിറഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ്. 4 വീൽ ഡ്രൈവ് വണ്ടി തന്നെ വേണമെന്നില്ല, നമ്മൾ ചെറിയ കാറ് കണ്ടും ശ്രദ്ധിച്ച് പോകാൻ പറ്റിയ വഴിയാണ്. കുറച്ച് കല്ലും ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ വണ്ടി കണ്ടും ശ്രദ്ധിച്ച് പോകാൻ പറ്റും, കുഴപ്പമില്ല. ഇതാണ് അൽഹെയിൽ ഡാം എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേക സൂചനാ ബോർഡുണ്ട്. നമുക്കവിടെ നീന്താൻ സ്വിമ്മിങ് അലൗഡില്ല, മാതിരി കച്ചറ ഇടാൻ പാടില്ല, മൃഗങ്ങളുണ്ടെങ്കിൽ അവരെ വേട്ടയാടാൻ പാടില്ല, ടെൻറ്റ് വെച്ചിട്ട് ക്യാമ്പ് ചെയ്യാൻ പാടില്ല, ചെടികളൊന്നും പറിക്കാൻ പാടില്ല എന്നുള്ള പ്രത്യേക ബോർഡ് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനൊക്കെ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. പാർക്കിംഗ് ഇഷ്ടംപോലെ ഉണ്ട്. ഡാമിലെ വെള്ളത്തിൻ്റെ വാട്ടർ ലെവലാണ് കാണുന്നത്. ഇത്ര വെള്ളം ആയി കഴിഞ്ഞാൽ പിന്നെ ഡാം ഇങ്ങനെ നിറഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഈ പോകുന്ന വെള്ളമാണ് നമ്മൾ വരുന്ന വഴിയിലാണ് കണ്ടത് കേട്ടോ. ഡാമിൻ്റെ ഒരു കൺട്രോൾ റൂമാണ് ഇത് കാണുന്നത്. ഡാമിൻ്റെ താഴോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഡാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ടോ. ഫ്രണ്ടിലോട്ട് വേറെ വഴിയുണ്ട്, ആ വഴിയിലൂടെ ഞങ്ങളൊന്ന് പോയി. പോകുന്ന വഴിക്ക് ഒരു ആടുജീവിതം കണ്ടു കേട്ടോ. ഇതുവഴിയെല്ലാം നല്ല റോഡ് തന്നെ ഉള്ളത്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോവാം. ഈ പോണ വഴിയിൽ ഇവർ അറബികളുടെ തോട്ടങ്ങളുണ്ട് കുറേ, ഈ ഈത്തപ്പനത്തോട്ടം, പിന്നെ ഇവർ ആടുകൾക്കും ഇതിനൊക്കെ പുല്ല് കൊടുക്കാൻ വേണ്ടി വളർത്തുന്ന തോട്ടം എല്ലാം ഉണ്ട്. അവർ താമസിക്കുന്ന ആളുകളുടെ വീടുകൾ ഇവിടെ ഉണ്ട്.
ഫ്രണ്ടിലോട്ട് കുറച്ച് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഴയ ഒരു ചെറിയ കോട്ട ഉണ്ട്. ഇപ്പോൾ പണ്ട് ഇവർ മിലിറ്ററിയോ ആരോ താമസിച്ചിരുന്ന എന്താ അതിൻ്റെ എല്ലാം റൂമുകളും എല്ലാം അവിടെ ഇപ്പോഴും ഉണ്ട്. നല്ല മഴ പെയ്തത് കാരണം നല്ല ഫുള്ള് പച്ചപ്പായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. നല്ല ഫുൾ പച്ചയാണ് അവിടെ ഇപ്പോൾ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നു പോയി നോക്കി കേട്ടോ. അപ്പോൾ അവിടെ ഡാമിലേക്ക് ഒഴുകി വരുന്ന വെള്ളം വരുന്ന സ്ഥലമുണ്ട്. അവിടെ നല്ല വെള്ളം ഒലിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. കുറച്ച് കഴുതകൾ ഞങ്ങളവിടെ കണ്ടു. നല്ല തെളിഞ്ഞ തണുപ്പുള്ള ഫ്രഷ് വാട്ടറാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു നിസ്കരിക്കാൻ ഒരു നിസ്കാര പള്ളിയുണ്ട്. പഴയ റാന്തരെല്ലാം കെട്ടിത്തൂക്കി നിസ്കാര പള്ളി, അവിടെ നല്ല വൃത്തിയുള്ളൊരു പള്ളിയുണ്ട്. പഴയ മോഡലാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയുള്ള പള്ളിയാണ്. ഇതെല്ലാം നോക്കാൻ നിൽക്കുന്ന പാകിസ്ഥാനികളുണ്ട് അവിടെ. അവർക്കുള്ള കുറച്ച് പച്ചക്കറിയെല്ലാം ഉണ്ടാക്കിയ തോട്ടമാണ് കാണുന്നത്. തക്കാളി, നമ്മളെ മല്ലിച്ചപ്പ്, പുതിന പോലുള്ള പച്ചക്കറികളെല്ലാം അവരുണ്ടാക്കുന്ന ഒരു ചെറിയ തോട്ടം കൂടിയുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലമാണ് അൽഹേൽ ഡാം പരിസരം.